കേനോപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രം. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണഃ പ്രഥമഃ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുഃ ശ്രോത്രം ക ഉ ദേവോ യുനക്തി. ശിഷ്യൻ ചോദിച്ചു, ആരുടെ പ്രേരണയാലാണ് മനസ്സ് വിഷയവസ്തുക്കളിലേക്ക് പോകുന്നത്? ആരുടെ കൽപ്പന പ്രകാരമാണ് പ്രാണൻ അതിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് മനുഷ്യൻ സംസാരം നടത്തുന്നത്? ഏതു ദേവനാണ് കണ്ണിനെയും കാതിനെയും അതാതിൻ്റെ വിഷയങ്ങളിലേക്ക് നയിക്കുന്നത്? നമ്മുടെ സർവചലനങ്ങളുടെയും ഉറവിടം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതു ശക്തിയാണ് കണ്ണിനെയും കാതിനെയും പ്രാണനെയുമൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്? ഏതു ശക്തിയുടെ പ്രേരണയാലാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ ഉറങ്ങുമ്പോൾ പോലും യാതൊരു ക്ഷീണവും കൂടാതെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ശക്തി ഏതാണ്? നമ്മുടെ പ്രവർത്തനങ്ങളുടെയെല്ലാം ആത്യന്തിക കർത്താവ് ആരാണ്? യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുവനിൽ നിന്നും ഉണ്ടാകുന്ന ചോദ്യമാണിത്. ലോകത്ത് അധികം പേരും നിസാരമായ വസ്തുക്കൾക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിന്നും കുടിച്ചും കഴിയുവാനാണ് അധിക പേരും ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം ഒരു ചോദ്യം ചോദിക്കുക എന്നത് പലരുടെ ഭാഗത്തു നിന്നും കാണാറില്ല. പരിതസ്ഥിതികളുമായി ഇണങ്ങി ജീവിക്കുവാനാണ് അധികം ആളുകളും പൊതുവെ ആഗ്രഹിക്കാറ്. സാഹചര്യങ്ങളുമായി ഇണങ്ങി ജീവിച്ചു പോകുന്നു. അധികാരമോ പേരോ പ്രശസ്തിയോ കിട്ടിയാൽ എല്ലാമായി ഇതിലും വലുതായി ഒന്നുമില്ല എന്ന് കരുതുന്നവരിൽ നിന്നും ഇത്ര ഉത്കൃഷ്ടമായ ചോദ്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ വിവേകമുള്ളവൻ ഉണർന്നിരിക്കും. അവൻ യുക്തിയുക്തം ഓരോ കാര്യത്തെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഒരുവന് ഈ ലോകത്തെക്കുറിച്ചും തൻ്റെ ശരീരമടക്കമുള്ള ഈ വസ്തുക്കളുടെ കുറിച്ചും നശ്വരതയെക്കുറിച്ചുമൊക്കെ തിരിച്ചറിയുവാനും ചിന്തിക്കുവാനും തുടങ്ങും. ഇന്ന് ഒരുവൻ ഉയർച്ചയിലാണെങ്കിൽ നാളെ അവൻ തകർച്ചയിലാകുന്നു. വിജയം പരാജയത്തിലേക്ക് നീങ്ങുന്നു. ഇന്ന് സുഖം തന്ന വസ്തുക്കൾ നാളെ ദുഃഖമായി മാറുന്നു. എല്ലാം അതിൻ്റെ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വന്തം ശരീരം പോലും ഏത് നിമിഷവും ഉടഞ്ഞു പോകാമെന്നിരിക്കെ ആർക്ക് എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത്? ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ നിത്യവും കാണുന്ന കാഴ്ചകളാണ്. എന്നിട്ടും നാം ചിന്തിക്കുന്നില്ല. നിസാര കാര്യങ്ങളിൽ പോലും നാം അഹങ്കരിക്കുന്നു. അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലില്ല. ആ പ്രാണൻ നമ്മെ കൈവെടിയുകയാണെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് ആണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ, കാതിന് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് വിലപിച്ച് നിസ്സഹായനാകുവാനേ കഴിയുള്ളൂ. നമ്മുടെ കണ്ണിന് കാഴ്ചയേകുന്ന ശക്തി ഏതാണ്? കാതിന് കേൾവിയേകുന്ന ശക്തി ഏതാണ്? എന്നെ ഞാനാക്കി നിർത്തുന്നത് ആരാണ്? ഈ ചോദ്യം വാസ്തവത്തിൽ നമ്മിൽ നിന്നും ഉയരേണ്ടതല്ലേ? നാം എല്ലാവരും ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണിത്. നമുക്ക് കണ്ണും കാതും മൂക്കുമെല്ലാം അതാതിൻ്റെ വിഷയങ്ങളിലേക്ക് എപ്പോഴും പോകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അനുഭവിച്ച ആ വസ്തുവിൻ്റെ സ്വഭാവം അതിൻ്റെ രസം, രൂപം, സ്പർശം എല്ലാം അനുഭവിച്ചറിയുന്നത്. അതുപോലെ മനസ്സ് പല വിഷയങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യത്തെ ഓർത്തെടുക്കാനും മറ്റും സാധിക്കുന്നത്. ഈ മനസ്സിൻ്റെ നിയന്ത്രണമില്ലാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ പ്രാണൻ ചലിക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ കൈ പൊള്ളുന്ന ഒരു വസ്തുവിൽ അറിയാതെ തൊട്ടു എന്ന് കരുതുക. പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ ബോധപൂർവമായ ഇച്ഛയില്ലാതെ തന്നെ അത് പിൻവലിക്കും. അതുപോലെ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം ഇല്ലാതെ തന്നെ ശ്വാസാശ്വാസം, ഹൃദയമിടിപ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് നമ്മൾ
കരുതിയാലും അറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകാറുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പ്രാണന്റെയും ചലനങ്ങൾക്കും പ്രവൃത്തികൾക്കും പിന്നിൽ മറ്റൊരു ശക്തി ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ആ ശക്തി ഏതാണ്, അല്ലെങ്കിൽ ആരാണ് എന്ന് ഇവിടെ ജിജ്ഞാസുവായ ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. നമുക്കുള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ നാം അറിയുന്നില്ല, എന്നാലും ആരോ അറിയുന്നുണ്ട്. ആ ശക്തിക്കനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇങ്ങനെ അവനവന്റെ പ്രവൃത്തികളെക്കുറിച്ചും അവനവന്റെ സ്വരൂപത്തെക്കുറിച്ചുമുള്ള ശരിയായ അറിവിനു വേണ്ടിയുള്ള സൂക്ഷ്മമായ ഒരു അന്വേഷണം ഇവിടെ ആരംഭിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഉപനിഷത്തുക്കൾ എപ്പോഴും ഇത്തരം രഹസ്യങ്ങൾ അനാവരണം ചെയ്യുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സ്വന്തം ഉണ്മയെ കണ്ടെത്താനുള്ള ശ്രമമാണ് നാം ഇവിടെ കാണുന്നത്. അതിലേക്കുള്ള കവാടം തുറക്കുകയാണ് ഈ മന്ത്രം ചെയ്യുന്നത്.